ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവീൻ്റെ അരികിൽ മുത്തശ്ശൻ പെണ്ണിൻ്റെ കാര്യവും പറഞ്ഞു വരിക. അപ്പം ഞാൻ കണ്ടെത്തിയിരിക്കുന്ന തൻ്റെ അടി പെണ്ണാന്ന് പറയുമ്പം നീ എന്തുകൊണ്ട് നിൻ്റെ അമ്മയെപ്പറ്റി ആലോചിക്കുന്നില്ല എന്ന് മുത്തശ്ശൻ ചോദിച്ചു. മുത്തശ്ശ, എൻ്റെ മനസ്സിലിറങ്ങിയ പെണ്ണിനെയാണ് ഞാൻ കണ്ടെത്തിയത്. അതുമാത്രമല്ല, ഞാൻ കണ്ടെത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ തൻ്റെ അടിയായിട്ടുള്ള ഒരാളെയാണ് എന്ന് ഈ നവീൻ ഇങ്ങനെ പറഞ്ഞു. 4-5 തരിമാടന്മാർ വന്നാലും അവൾക്കത് പുല്ലാന്ന് പറഞ്ഞു. അവൾ അവരെ തല്ലി നിലംപരി ചാക്കുമെന്നും പറഞ്ഞു. അപ്പോൾ കരാട്ടെ സ്കൂളിൽ നടത്തുന്ന വലിയ പെൺപിള്ളേരെയാണ് നീ കണ്ടു വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പം കരാട്ടയും കളരിയും ഒക്കെ അറിയാവുന്ന കൂട്ടത്തിലാന്ന് പറഞ്ഞു. എടാ, വീട്ടിനകത്ത് വിപ്ലവം ഉണ്ടാക്കാനാണോ നീ പെണ്ണ് കിട്ടാൻ പോകുന്നത് എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നു മുത്തശ്ശ, ആ പെൺകുട്ടിയോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ളത്. എന്നാൽ പിന്നെ നീ പറയാതിരിക്കുന്നത് തന്നെയല്ലേടാ നല്ലതെന്ന് ചോദിച്ചപ്പോൾ, അതെന്തായാലും പറ്റത്തില്ല കേട്ടോ. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവളെ കഴിക്കുമെന്നും അല്ലെങ്കിൽ എനിക്കൊരു ഭാര്യ വേണ്ടാന്നും നവിയും പറയുക. അതിപ്പോൾ ആകെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നമായി പോയല്ലോടാ മോനെ. കോടതിയിൽ ഏത് കുഴപ്പം പിടിച്ച കേസും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അനുകൂലമാക്കി എടുക്കാം. പക്ഷേ കുടുംബം ഒരു കോടതിയായി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ നല്ലൊരു വക്കീലിനും അല്ലെങ്കിൽ വിധി പറയുന്ന ജഡ്ജിക്കും അനുകൂലമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെന്ന് വരുമെന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറയുവാണ്. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയില്ലെന്നും വരും എന്ന് പറയുമ്പോൾ, സോൾവ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട, പെൺകുട്ടികൾക്ക് തൻ്റെ ഇടം വേണ്ട എന്ന് ഈ കാലഘട്ടത്തിലും പറയുന്ന ആദ്യത്തെ വീടായതെന്ന്, അല്ലെങ്കിൽ തന്നെ തൻ്റെ ഇടം ഇല്ലാത്ത എത്ര പെൺകുട്ടികളുണ്ട് ഇക്കാലത്ത് എന്നൊക്കെ നവീന മുത്തശ്ശനോട് ചോദിച്ചു. അപ്പോൾ ഏതായാലും നീ ആ പെൺകുട്ടിയുടെ സമ്മതം വാങ്ങിച്ചിട്ട് വാ. അത് കഴിഞ്ഞ് ഞാൻ അവനെ വരുത്താം, നിൻ്റെ അച്ഛനെ. അവൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുത്തിട്ട് നിൻ്റെ അമ്മയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാം, അല്ലെങ്കിൽ അവൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് മുത്തശ്ശൻ പോയി. നവീൻ ഇരുന്ന ആലോചനയാണ്. അത് കഴിഞ്ഞ് പിന്നെ അനി റൂമിലിരിക്കും കേട്ടോ. അനിക്കാണെങ്കിലും സഹിക്കാൻ പറ്റുന്നില്ല. അനി ഭയങ്കര ടെൻഷനില്ല. അപ്പോഴാണ് നവീൻ്റെ കോള് വരുന്നത്. എടുത്തു. ഹലോ നവീനെ, എന്താ എടാന്ന് നവീൻ ചോദിച്ചു അരിയോട്. അല്ല, 2 ദിവസം സാവകാശം തരാൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ, പിന്നെ നീ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് ചോദിച്ചാലോ എന്ന് അനി ചോദിക്കുക. അല്ല, നീ പിന്നെ അവളെ കണ്ടായിരുന്നോടാന്ന് ചോദിച്ചു. അത് പിന്നെ കണ്ടിരുന്നു. അവളുടെ സ്വഭാവം നിനക്കറിയാവല്ലോ, കല്യാണത്തോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളല്ലേ. അപ്പം പിന്നെ പെട്ടെന്ന് ഇടിച്ചു കയറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വില പോകത്തില്ലേടാ. നീ അനുനയത്തിൽ പറഞ്ഞാൽ മതിയടാ, വേറെ കുഴപ്പമൊന്നുമില്ലാന്ന് നവീൻ. എടാ, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ ഇത്തരത്തിലുള്ള സംസാരമൊന്നും ഇതുവരെ അവളോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പം, എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം അവളൊരു പക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലായിരിക്കുമെന്നും, അവൾക്ക് എല്ലാ ആണുങ്ങളും ഫ്രണ്ട്സ് ആണെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയും കേട്ടോ നമ്മുടെ നവീൻ. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യാറ്. എടാ, രണ്ടും കൂടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോടാ എന്ന് പറഞ്ഞു അനി. എങ്കിലും ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ലല്ലോടാ. അത് പറയുക തന്നെ വേണ്ടേ. ഇനി ഈ സമയവും സന്ദർഭവും നോക്കി ഒന്ന് ചോദിക്കടാ എന്ന് പറയുമ്പം, ശരിയടാ ഞാൻ ചോദിക്കാം. നിനക്ക് ബുദ്ധിമുട്ടായോടാ എന്ന് നവീൻ ചോദിക്കുമ്പം, എന്ത് ബുദ്ധിമുട്ട്, അങ്ങനെയൊന്നുമില്ല. നീ എന്നെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചതല്ലേ എന്ന് പറയുമ്പം, അതിന് പകരമായിട്ടല്ല കേട്ടോ ഞാനിതൊന്നും ചോദിക്കുന്നത്. നീ അങ്ങനെയൊന്നും ധരിച്ചേക്കരുത് കേട്ടോ. അയ്യോ ഇല്ലടാ, ഒരിക്കലും ഇല്ല. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേതെങ്കിലും വഴിയിലൂടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അയ്യോ ഒരിക്കലും വേണ്ട. എടാ, ഞാൻ തന്നെ ഇത് കൈകാര്യം ചെയ്തോളാം, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു അനി. അപ്പം ശരിയടാ, ഓക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ദൈവമേ, ഞാനിത് ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ അവനിനി വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും ചോദിപ്പിച്ചാലോ, അത് അതിനേക്കാളും വലിയ പ്രശ്നമാവുമല്ലോ എന്നും പറഞ്ഞിരിക്കും അനി. ഇതിപ്പോൾ എന്നെ ചെയ്യുമെന്ന് ഓർത്ത് എനിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. അനിയാണെങ്കിൽ തല പകഞ്ഞ് അവിടെ ഇരിക്കുക. ഈ സമയം പിന്നെ ആദർശം നയനയും കൂടി ആദർശ് പോകുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ആദർശേട്ടനില്ലാത്ത 2 ആഴ്ച തനിക്ക് പറ്റില്ല എന്നും പറഞ്ഞു. ഈ 2 ആഴ്ച ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ വലിയ പാടാണ്. അതെനിക്ക് 1 വർഷമായിട്ടൊക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ നയന പറയുമ്പം, എൻ്റെ കാര്യവും അത് അങ്ങനെ തന്നെയാണെന്നും എനിക്കും പറ്റില്ല എന്നും പറഞ്ഞു ആദർശ. അപ്പം നമ്മൾ തമ്മിൽ ശത്രുക്കളായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു, എങ്കിൽ ഇങ്ങനെ വേർപിരിയുമ്പോൾ ഇത്രയും വിഷമം ഉണ്ടാവില്ലായിരുന്നു എന്ന് നയന ആദർശനോട് പറയുമ്പം, അതിനെ ഇനിയും ചാൻസ് ഉണ്ട് കേട്ടോ, എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് നീ വഴക്കിട്ട് പിരിഞ്ഞോളാൻ പറഞ്ഞു ആദർശ്. അന്നേരം നമ്മുടെ നയന എഴുന്നേറ്റ്, അങ്ങനെ പിരിയണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഇനി അങ്ങനെയൊന്നും സാധിക്കില്ല എന്ന് നയന പറഞ്ഞു. അപ്പോൾ എൻ്റെയും കാര്യം അത് അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ പിരിഞ്ഞാലും നമ്മളെ കോട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉൾപ്പെടെ ഒരുപാട് പേരില്ലേ എന്നിങ്ങനെ ആദർശ് നയനോട് അന്നേരം പറഞ്ഞു. അന്ന് നമ്മൾ തമ്മിൽ ശത്രുതയിലായിരുന്ന സമയത്ത് അമ്മയ്ക്ക് എന്നെക്കാളും ദേഷ്യമായിരുന്നു നിന്നോട്. പക്ഷെ ഇപ്പം അതൊന്നും അല്ല അവസ്ഥ. ഇപ്പോൾ എന്നെക്കാളും അമ്മ സ്നേഹിക്കുന്നതേ നിന്നെയാണെന്ന് ആദർശ് ഇങ്ങനെ പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പം, അതെ, നമ്മൾ സ്നേഹിച്ച് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ദിവസമൊക്കെ പിരിഞ്ഞിരിക്കാനായിട്ട് പോകുന്നതല്ലേ ആദർശേട്ടാന്ന് നയന ചോദിക്കുമ്പം, അതെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിരിഞ്ഞിരിക്കുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ സ്നേഹത്തിൻ്റെ അളവേ അത് കൂടത്തല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അവിടേക്ക് പോകുന്നത് അവിടെയുള്ള ബിസിനസ്സൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, പിന്നെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടും.
ദേ അതിനിടയിലേ ആ നേരത്തെ നിരാശയോടെ എന്നെ ഓർത്ത് ഇരിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ വർക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ. അവിടെ പിന്നെ ഞാനൊന്നും ഓർക്കില്ല എന്ന് നിനക്കറിയാലോ. ജോലിയിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ എന്ന് അറിയാലോ. ഓ അപ്പോൾ എന്നെ ഓർക്കത്തില്ല അല്ലേന്ന് ചോദിച്ചപ്പം അതിന് നിന്നെ മറന്നിട്ട് വേണ്ടേ എന്ന് ചോദിച്ച് ആദർശ് നയനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ അടുത്തിരുത്തി ഭയങ്കര സോപ്പിടലാട്ടോ. കൈ തൂക്കുന്നു, കാല് തൂക്കുന്നു, കവിള് തൂക്കുന്നു, ഭയങ്കര സ്നേഹപ്രകടനങ്ങൾ. നവ്യ ഇതിലിങ്ങനെ ലയിച്ച് അവിയുടെ അടുത്തിരിക്കുക. ഇഷ്ടമല്ലെങ്കിൽ പോലും അനന്തപുരിയിലെ സിംഹം കീഴടങ്ങി കഴിഞ്ഞു എന്ന് പറയാൻ നവ്യ. എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോളാനേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു തടസ്സവും ഇല്ല എന്ന് പറയുമ്പം നീ പോയിക്കോ, അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾ വീടിനകത്ത് മടി പിടിച്ചിരിക്കുന്നതിനോട് എനിക്കും വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് ഈ അഭി പറയുക. പിന്നെ നീ പരസ്യത്തിലും സിനിമയിലും ഒക്കെ അഭിനയിച്ച് നിന്റെ പേരിൽ ഈ വീട്ടിലുള്ളവർ അറിയപ്പെടുന്ന ഒരു സമയം വരണം എന്ന് നവ്യയോട് ഈ അഭി പറഞ്ഞങ്ങ് പെരുപ്പിക്കുക കേട്ടോ. നവ്യയുടെ ഭർത്താവിൻ്റെ മുത്തശ്ശന അനന്തമൂർത്തി എന്ന് പറയുന്ന ഒരു കാലം വരണം എന്നൊക്കെ പറഞ്ഞു. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നവ്യയോട് പറഞ്ഞു പിടിപ്പിക്കുന്നു. പിന്നെ ഒരു കാര്യം, നിനക്ക് ഇൻസ്പിറേഷൻ തരുന്നത് ഞാനാണെന്ന് ഇവിടെ ആരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പം ശരിക്കും നീ ആരെ ഈ ഭയക്കുന്നേ എന്ന് നവ്യ നേരം ഇവനോട് ചോദിച്ചു. നിന്നെയല്ലേ ജയിലിൽ കിടത്തിയത്, നിന്റെ ജോലിയല്ലേ അവരില്ലാണ്ടാക്കിയത്. അങ്ങനെയുള്ളപ്പം നീയല്ലേ എന്നേക്കാളും ആവേശത്തോടെ ഇക്കാര്യത്തിൽ സംസാരിക്കുകയൊക്കെ വേണ്ടത്. പലയിടത്തും നീ ചൂളിയല്ലേ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം നവ്യേ എന്തൊക്കെ പറഞ്ഞാലും നീ ഈ കുടുംബത്തിലെ മരുമകളാണ്. അതുകൊണ്ട് നിന്നെ ഒരു കാരണവശാലും അവരിവിടെ നിന്ന് പുറത്താക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ അതുപോലെയല്ല എൻ്റെയും എൻ്റെ അമ്മയുടെയും ഒന്നും കാര്യം. നിനക്കറിയാവോ, ഞങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അനുനയത്തിൽ നിന്നേ മതിയാവുള്ളൂ നവ്യ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പം എടാ ഈ മേഖലയിലെ നല്ല രീതിക്ക് സമ്പാദിക്കാൻ കഴിയുമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ചോദിക്കുന്ന എന്തും തരാനൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ ലൊക്കേഷനിൽ ചെല്ലുമ്പോഴേ എനിക്ക് വൻ സ്വീകരണമൊക്കെ എടാ. ഞാൻ അനന്തപുരം തറവാട്ടിലെ മരുമോളാണെന്നുള്ളൊരു പരിഗണന എനിക്ക് എല്ലായിടത്തും ഉണ്ടടാ എന്നൊക്കെ ഇങ്ങനെ നവ്യ ഇങ്ങനെ അഭിയോട് പറയണു. പിന്നെ നമ്മൾ അതൊക്കെ പ്രയോജനപ്പെടുത്തണോടാ, എന്നിട്ട് നമ്മൾ വളരുകയാണ് വേണ്ടതെന്നും നവ്യ പറയണു. ഇപ്പം നിന്നെ ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കാത്തതാണല്ലോ നിൻ്റെ ഏറ്റവും വലിയ സങ്കടം. അതെ, ചിലപ്പോൾ ചെറുതായിട്ടാണെങ്കിലും ഒരു ജ്വല്ലറി തുടങ്ങാനുള്ള പൈസ എൻ്റെ ഈ തൊഴിലുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ എന്നൊക്കെ നവ്യ ഇങ്ങനെ അഭിയോട് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊരു മധുര പ്രതികാരമാണ് നവ്യേ എന്നും പറഞ്ഞ് ഇവൻ പറഞ്ഞു പിടിപ്പിക്കുക. ഈ വീട്ടിലുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അതെന്നും പറഞ്ഞു. പക്ഷേ അപ്പോഴും നീ ഒരു കാര്യം ആലോചിക്കണം. എന്ത്? ഇനി നിൻ്റെ അനിയത്തി ഉൾപ്പെടെയുള്ളവർ നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിരിക്കും നോക്കുന്നത്. അതിനൊരു സംശയവും വേണ്ട. അതിനുവേണ്ടി എന്ത് കള്ളക്കഥ മെനയാനും അവർ തയ്യാറാവുകയും ചെയ്യും. ആ ഒരു സമയത്ത് നീ അവർക്കൊപ്പം നിൽക്കാതിരുന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ നീ അത്രയാണോ എന്നെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളോ? ദേ എൻ്റെ ജീവിതത്തിൽ എനിക്കിനി അച്ഛനും അമ്മയും അനിയത്തിമാരും ഒന്നുമില്ല. നീയും നമ്മുടെ കുഞ്ഞും പിന്നെ നിൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ പറയണു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അബിക്ക് ഭയങ്കര സന്തോഷം. അഭിനയിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെ. അപ്പം നിൻ്റെ ശക്തിയെ ഞാൻ കൂടെ തന്നെ കാണും നവ്യ. അതോടൊപ്പം എനിക്കൊരു ജോലി കണ്ടെത്തണമെന്ന് പറയുമ്പം തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് തിരക്ക് കൂടുമ്പം നീ എനിക്ക് കൂട്ടായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതൊരു നാണം കെട്ട ഏർപ്പാടല്ലേ നവ്യയെ എന്ന് അഭി ചോദിക്കുമ്പോൾ ഒരു നാണക്കേടും ഇല്ല. അതിലെന്താ നാണക്കേട്? നമ്മുടെ കുഞ്ഞിനെ നിൻ്റെ അമ്മ നോക്കിക്കോളൂ എന്ന് നവ്യ പറയുക. ഇതൊരു ഗ്ലാമർ ഫീൽഡാണ്. എല്ലാവരും നല്ലവരാകണമെന്നൊന്നും ഇല്ല അവിടെ. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണെന്നൊക്കെ നവ്യ പറയുമ്പം ശരിയടി, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ഇപ്പോഴാണ് സുരക്ഷിതത്വം കുറച്ചെങ്കിലും ഉണ്ട് നവ്യക്ക്. ഇവൻ കൂടെ പോയി അതും ഇല്ലാണ്ടാവും. അപ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞാലും നീ അത് കാര്യമാക്കരുത് കേട്ടോ. പിന്നെ ഗതികേടുകൊണ്ടാ ഞാൻ ഈ വീട്ടിലെ പുറമ്പാക്കായ ഒരു അമ്മയുടെ മകനായി പോയതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തട്ടി വിടുമ്പോൾ പോടാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവനെ അങ്ങനെ ഭയങ്കര നോട്ടം നോക്കി അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിറ്റേന്നായി നമ്മുടെ നയന എല്ലാം പെറുക്കി വെക്കുകയാണ് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ എല്ലാം എടുത്തില്ലേ ആദർശേട്ടാന്ന് ചോദിക്കുമ്പോൾ നീ വീണ്ടും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഞാനൊരു 3-4 വട്ടം എല്ലാം നോക്കിയതാണ്. പിന്നെ യാത്രയ്ക്ക് മറ്റൊന്നും തടസ്സമില്ല. എന്നാലേ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ആ യാത്ര മുടങ്ങിയെന്ന് കരുതിയാൽ മതിയെന്ന് ആദർശ് ഇങ്ങനെ പറയണം. ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല, അവിടെ ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാലല്ല റെഡി ആയിക്കോളൂ എന്നും ആദർശ് പറയണം. മുമ്പൊക്കെ അതില്ലായിരുന്നല്ലോ. അതെ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് നയന ഇങ്ങനെ പോകുമ്പം എന്താ ഫ്ലൈറ്റിന് അപകടമൊന്നും വരരുതെന്നാണോ എന്ന് ആദർശ് ചോദിക്കുമ്പം എന്തിനാ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു നയന. നമ്മൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, പിന്നെ നമ്മൾ ആർക്കും വിഷമങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഞാൻ പറഞ്ഞത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പോകുന്ന സമയത്ത് തന്നെ ഇതൊക്കെ പറയണം കേട്ടോ എന്ന് നയന വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞതുകൊണ്ട് നിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൂടുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് നയന നേരം ആദർശിനോട് ചോദിച്ചു.
ആദർശേട്ടൻ പോകുമ്പോഴുണ്ടല്ലോ, ഇപ്പോഴേ ആദർശേട്ടൻ പോകുന്നത് കൊണ്ട് എന്നേക്കാളും വിഷമമുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ആദർശനോട് നയന പറയുമ്പോൾ, അമ്മയല്ലേ, അമ്മയ്ക്ക് ഞാൻ എത്ര ദിവസമായാലും ഒരു ദിവസം മാറി നിന്നാലും അമ്മയ്ക്ക് അത്രയ്ക്ക് വിഷമമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇത്തവണ അത്ര ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. അതെന്താ? നീ അടുത്തുള്ളത് കൊണ്ട്. നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതിനിടയിൽ എന്നെക്കുറിച്ച് ഏത് നേരം ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, അതെ, ആദർശേട്ടൻ്റെ വെറും തെറ്റായിട്ടുള്ള ഒരു ധാരണ മാത്രമാട്ടോ. ഇനി ആരൊക്കെ അരികിലുണ്ടെന്ന് പറഞ്ഞാലും മക്കൾ അരികിലില്ലെങ്കിൽ അമ്മമാർക്ക് അത് നല്ല വിഷമമായിരിക്കും കേട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ നയന പറഞ്ഞു. എല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യണം കേട്ടോ എന്നും പറഞ്ഞിട്ട് നയന അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ പൂജാമുറിയിൽ ചെന്ന് അമ്മയും മോളും കൂടി മനസ്സൂരിക്ക് പ്രാർത്ഥിക്കുവാണ്. അപ്പം അവൻ പോകുന്നതിൽ മോൾക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് ദേവയാനി നയനയോട് ചോദിക്കും കേട്ടോ. അപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അമ്മേ, പിന്നെ വിഷമിച്ചിട്ട് എന്താ കാര്യം എന്ന് നയന ഇങ്ങനെ അമ്മയോട് ചോദിച്ചു. കുറേ നാളായി വേർപിരിഞ്ഞ് നിന്നിട്ട് അതിൻ്റെ ഒരു വിഷമം എന്തായാലും എനിക്ക് ഉണ്ടാവാതിരിക്കുമോ അമ്മേ എന്നങ്ങനെ നയന ചോദിക്കുക. പുറമേ കാണിക്കുന്നില്ലെങ്കിലും എന്നെക്കാളും വേദനിച്ച ആദർശേട്ടൻ പോകുന്നതെന്നൊക്കെ നയന ഇങ്ങനെ പറയുകയും ചെയ്തു. അങ്ങനെ അതും പറഞ്ഞ് നയന അവിടുന്ന് പോയി. ദേവയാനി വിഷമിച്ച് അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരിക്കുന്നു. നയന അങ്ങോട്ടേക്ക് ചെന്നു. ആദർശ് പോകുന്നതിൽ മോൾക്ക് വിഷമമായ മോളെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോകാമെന്ന്. അപ്പോൾ എല്ലാവരും കൂടി എന്നെ അങ്ങ് അവശനാക്കിയെന്ന് മുത്തച്ഛനിരുന്ന് പറയുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ തിരക്കുണ്ടെന്ന് ആദർശേട്ടൻ പറഞ്ഞതെന്ന കാര്യം നയന ഇങ്ങനെ പറയുക. ആ ഒരു സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പം അവൻ പോകാനായിട്ട് റെഡിയാവുമല്ലേ മോളെ, മോൾ അങ്ങോട്ട് ചെല്ലെന്നും പറഞ്ഞ് നയനെ അവിടെ നിന്ന് അവർ രണ്ടുപേരും കൂടെ പറഞ്ഞു വിട്ടു. നയനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനയുടെ വിഷമത്തെപ്പറ്റി ഇവരവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക കേട്ടോ. കുറേ നാളായില്ലേ അമ്മേ ആദർശ് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട്. ഇപ്പം ആദർശ് മാത്രമല്ലല്ലോ, നയന മാറി നിന്നാലും നിനക്ക് പ്രശ്നം തന്നെയല്ലേ ദേവയാനി എന്ന് ചോദിച്ചു. അതങ്ങനെ തന്നെ അച്ഛാ, സ്നേഹിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അടുത്തുണ്ടായിട്ട് അവരകന്നു പോകുന്നത് വലിയൊരു വേദന തന്നെയാണെന്ന് ദേവയാനി ഇങ്ങനെ പറയുവാണ്. പിന്നെ ഒരുത്തൻ 10-14 ദിവസം ജയിലിൽ കിടന്നല്ലോ, അന്ന് നമ്മൾ ആരും അവനിവിടെ ഇല്ലെന്ന് പോലും ഓർത്തില്ലല്ലോ എന്നും ദേവയാനി പറയുമ്പം, ഓർത്തില്ലെന്ന് മാത്രമല്ല അത് വലിയ ആശ്വാസമായിരുന്നു എന്നും പറയുവാണ് മുത്തശ്ശി. അത് നമുക്ക് ജലജയ്ക്കും അവളുടെ മരുമകൾക്കും അത് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് മുത്തശ്ശിയോട് ദേവയാനി പറയാം. അവൻ്റെ പേരിലല്ലേ അമ്മേ ഇവിടെ രണ്ടടുപ്പായത് തന്നെ എന്ന് പറയുമ്പോൾ അതൊന്നും കാര്യമാക്കണ്ട ദേവയാനി. അവരുടെ അഹങ്കാരത്തിന് ഒരിക്കലും നമ്മൾ വകവെച്ച് കൊടുക്കാനേ പാടില്ല. നന്നാവാനാണെങ്കിൽ ജലജയ്ക്കും അബിക്കും നന്നാവാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇനി രക്ഷയൊന്നുമില്ല. അവർ നമുക്കിടയിലായിപ്പോയതുകൊണ്ട് അവനുണ്ടാക്കുന്ന ആപത്തുകളിലെല്ലാം നമ്മൾ പെട്ടുപോകുന്നത്. അതിനെ നമ്മൾ തടയുകയാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു. എൻ്റെ സ്വഭാവം അനുസരിച്ച് അബിയെപ്പോലെ ഒരുത്തന്നെ ഒരു നിമിഷം പോലും ഈ വീടിനകത്ത് താമസിക്കാൻ പാടില്ലാത്തതാണെന്ന കാര്യവും പറയും കേട്ടോ. പക്ഷേ നയനമ്മളുടെ ചേച്ചി അവൻ്റെ ഭാര്യയായി പോയതുകൊണ്ടാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയതെന്ന കാര്യമൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ പറയണു കേട്ടോ. അതിനെന്താ, അവനൊപ്പം ഇപ്പം നവ്യയും വേദനകൾ ഒരുപാട് തരുന്നില്ലേ എന്നിങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വീട്ടിനകത്തുള്ളവർ തന്നെയാണ് ഇപ്പോൾ ജ്വല്ലറി തകർക്കാൻ ശ്രമിക്കുന്നത് പറയുമ്പം അതങ്ങനെയൊന്നും തകരില്ല ദേവയാനി. കാരണം മൂർത്തീസ് ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നത് നിൻ്റെ മോനാണെന്നും അവനറിയാം. കമ്പനിയും കുടുംബവും നന്നായി കൊണ്ടുപോകാനെന്നും മുത്തശ്ശൻ ഇങ്ങനെ ദേവയാനിയോട് പറയുക. അങ്ങനെ അവർ സംസാരിച്ചു. അപ്പോഴത്തേക്കും നയന പോയിട്ടും റൂമിലേക്ക് വന്നു. നയന സങ്കടത്തോടെ വന്നപ്പോൾ, നിന്റെ സങ്കടം മാറിയില്ലേന്ന് ചോദിച്ചു ആദർശ് നയനയോട്. അപ്പോൾ ആദർശേട്ടൻ്റെ വിഷമമൊന്നും ഇല്ലേന്ന് ചോദിച്ചു നയന. എന്ത് ഇങ്ങനെ തുടങ്ങണേന്ന് ആദർശ് നയനയോട് ചോദിക്കാം. എനിക്ക് വിഷമമില്ലാതിരിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് നയനയെ കെട്ടിപ്പിടിച്ചു. ഞാനിവിടെ ഇല്ലെന്ന് കരുതി ഒന്നിലും ഒരു കോംപ്രമൈസും ചെയ്യരുത് കേട്ടോ. ഇവിടെ നിന്നെ നോക്കാനായിട്ട് ആൾക്കാർ തമ്മിൽ മത്സരമാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. മുത്തശ്ശിയും അമ്മയും പറയുന്നതൊക്കെ അതേപടി അനുസരിക്കണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് നയനയോട് പറയണു. അങ്ങനെ ആദർശ് കുറേ ക്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കുവാണ് നയനയ്ക്ക്. അപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഞാനിങ്ങ് എത്തില്ലേ എന്നൊക്കെ നയനയോട് ചോദിച്ചു. അങ്ങനെ കരയുന്ന നയനയെ സമാധാനിപ്പിച്ച് ആദർശ് നിൽക്കുക. അതിനുശേഷം പിന്നെ മുത്തശ്ശിയും കൂടി ഇരുന്ന് കുറേ നാളുകൾക്ക് ശേഷം ആദർശ് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോവുക അല്ലേ എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും അനിയും ജയനും എല്ലാവരും വന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ ഗൾഫിലൊക്കെ പോകുമായിരുന്നു. പക്ഷേ നയനമോള് വന്നതിന് ശേഷം അതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടായി എന്നൊക്കെ പറഞ്ഞു. അന്ന് പോയാലും 1-2 ദിവസം നിന്നിട്ട് ഇങ്ങ് വരുമായിരുന്നല്ലോ ജയേട്ടാ എന്ന് ദേവയാനി അന്നേരം ജയനോട് പറയാം. പിന്നെ ഇത്തവണ നയനമോള് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവന് പോകാൻ മനസ്സ് തീരെ ഇല്ല എന്നും ദേവയാനി പറയണു. പിന്നെ പോകാതിരിക്കാനാണെങ്കിൽ ഒരു മാർഗ്ഗമില്ലാത്തത് കൊണ്ട് അവൻ പോകുന്നത് തന്നെയെന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ പെട്ടിയായിട്ട് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വന്നു. കൂടെ നയനയുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ഇങ്ങനെ ഇവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പം എല്ലാവരുടെയും മുഖത്തൊരു സങ്കടമുണ്ട്. അപ്പം മുത്തശ്ശിൻ്റെ അനുഗ്രഹമൊക്കെ മേടിച്ച് നമ്മുടെ ആദർശ് പോകാനായിട്ട് ഇറങ്ങുന്നു. മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിച്ചു. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ കരുതുന്നതിനേക്കാളും കൂടുതൽ രൂക്ഷമാണ് മോനെ. പോകുന്ന സ്ഥിതിക്ക് നീ എല്ലാം ശരിയാക്കിയിട്ടേ വരാവുള്ളൂ കേട്ടോ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കണം, നിനക്കറിയാമല്ലോ. അപ്പോൾ
കുറച്ച് നാൾ മുന്നേ വരെ നമ്മുടെ കമ്പനിയെ നോക്കി നടത്തിയിരുന്ന ഷേണായിന്ന് നിനക്കറിയാമല്ലോ. അയാൾ വിരമിച്ചതോടു കൂടിയാണ് അതൊരു നാഥനില കളരിയായി മാറിയതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു. പുതുതായി വന്നവർക്കൊന്നും ഒരാത്മാർത്ഥതയും ഉള്ളവരല്ല. പിന്നെ അവിടെ നമുക്ക് എതിരാളിയായിട്ട് ഒരു ജ്വല്ലറി ഉയർന്നു വന്നിട്ടും ഉണ്ടെന്നും പറഞ്ഞു. പിന്നെ അവരാണിപ്പോൾ നാട്ടിൽ AM ജ്വല്ലറി എന്നുള്ള പേരിൽ തുടങ്ങിയിരിക്കുന്നത് എന്ന കാര്യവും പറഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിക്കുക. എന്താണാവോ നമ്മളായാണ് അയാൾ പ്രധാന ശത്രുവായിട്ട് എടുത്തിരിക്കുന്നത് പറയുമ്പം നമ്മളാണല്ലോ ഇവിടുത്തെ ലീഡിങ് ജ്വല്ലറി. അതുകൊണ്ട് നമ്മളുമായിട്ട് മത്സരിച്ചാൽ മാത്രമേ അല്പമെങ്കിലും വളർച്ച ഉണ്ടാകുമെന്ന് അവർക്കറിയാം. അതാണ് കാര്യമെന്ന് പറയുക നമ്മുടെ ജയൻ. ഇവിടെ എന്തായാലും അയാൾ നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഗൾഫിൽ അവരിപ്പോൾ ഒരുപാട് മുന്നിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഞാനൊന്ന് പോയി ഈ സ്ഥിതിഗതികളൊക്കെ ഒന്ന് പഠിക്കട്ടെ മുത്തശ്ശ എന്ന് ആദർശ് പറഞ്ഞു. ഞാൻ എന്തായാലും മുത്തശ്ശനെ വിളിച്ചോളാമെന്നും പറഞ്ഞു. മോൾക്ക് വിഷമമായോ എന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ ചോദിക്കുവാണ്. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ മോളെ, അതൊന്നോർത്ത് വിഷമിക്കണ്ട. ഈ നിൽക്കുന്ന ഇവൻ്റെ മുത്തശ്ശനെയും എൻ്റെ വിവാഹശേഷം ഞാൻ ശരിക്കൊന്ന് കണ്ടിട്ട് പോലും ഇല്ല എന്ന് മുത്തശ്ശി പറയുക. അങ്ങനെ കൊച്ചുമോൻ മരണത്തിലേക്കാണ് പോകുന്നതെന്നറിയാതെ ഇവരെല്ലാവരും ആദർശിനെ ഭയങ്കര സ്നേഹത്തോടു കൂടി യാത്ര അയക്കുകയാണ്. അങ്ങനെ വർഷത്തിൽ ഇത്ര ദിവസം കണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്താനൊക്കെ എനിക്ക് പറ്റുമായിരുന്നു. അത്രയേ കാണലുണ്ടായിരുന്നുള്ളൂ എന്ന് മുത്തശ്ശി ഇങ്ങനെ മുത്തശ്ശനെ പറ്റി പറയുക കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനതൊക്കെ കേട്ട് ചിരിക്കണം. എങ്കിലും തനിക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ ആ നിമിഷം ഓടി എത്താറില്ലായിരുന്നോടോ. അതൊക്കെ ശരിയാട്ടോ എന്ന് മുത്തശ്ശി അങ്ങനെ നിൽക്കുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം മുത്തശ്ശ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞു. അപ്പോൾ പോയിട്ട് മോനെ വിളിക്കണേന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് എൻ്റെ ജോലികളെല്ലാം ഭംഗിയായി തീർത്തതിന് ശേഷം ഓടി ഇങ്ങ് പോരും എന്ന് പറഞ്ഞു. അപ്പോൾ അനിയോട് പറഞ്ഞു, ഞാനിവിടെ ഇല്ലെന്ന് കരുതി കമ്പനി നോക്കാതിരിക്കരുത്, നീ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്താൽ എൻ്റെ പകുതി ഭാരം കുറഞ്ഞേനെ എന്നും പറഞ്ഞുകൊണ്ട്. പിന്നെ കമ്പനിക്ക് 2 MD ഉണ്ടാവും കേട്ടോ എന്നും പറഞ്ഞു. അന്നേരം അയ്യോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കമ്പനിക്ക് 1 MDയുടെ ആവശ്യമേ ഉള്ളൂ. മുത്തശ്ശൻ ഞാൻ ഏട്ടനെ കൊണ്ടുവിട്ടിട്ട് വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അനിയും ആദർശം കൂടെ അവിടുന്ന് പോകുന്നത്. ആ കഴുകൻ കണ്ണുകളുമായി നമ്മുടെ അനന്തപുരിയിലെ കഴുകൻ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ആദർശിന് തിരിച്ചു വരുന്ന കാര്യം ഇച്ചിരി പ്രയാസമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.